Okay, friends. Last class we discussed journal, ledger, trial balance. Okay. Now we are moving to subsidiary books. നമ്മുടെ ബിസിനസ്സിന് ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ജേണലിനെ വിൽ ബി ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് സബ്സിഡിയറി ബുക്സ്. നമുക്ക് പർച്ചേസുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി വിൽ കീപ്പ് എ പർച്ചേസ് ബുക്ക്. സെയിൽസുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി വിൽ കീപ്പ് എ സെയിൽസ് ബുക്ക്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ റെസീറ്റ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി വിൽ പ്രിപ്പയർ എ ബിൽസ് റിസീവബിൾ ബുക്ക്. നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് ഒരു ബിൽസ് പേയബിൾ ബുക്ക്. പർച്ചേസ് റിട്ടേണിന് പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേണിന് സെയിൽസ് റിട്ടേൺ ബുക്ക്, ക്യാഷ് ഇൻവോൾവ് ആയിട്ടുള്ള ട്രാൻസാക്ഷന് ക്യാഷ് ബുക്ക്. ബാക്കി മിസ്ലേനിയസ് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ജേർണലും ബുക്കും കൂടെ കീപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ബിസിനസിന്റെ വോളിയം ഒരുപാടുണ്ടെങ്കിൽ ഡിഫറെന്റ് ബുക്കുകൾ കീപ്പ് ചെയ്യും. സബ്സിഡിയറി ബുക്കായിട്ട് പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ക്യാഷ് ബുക്ക്, ജേണൽ പ്രോപ്പർ, ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യും. ഓക്കെ, ഇതിൽ നമ്മൾ പർച്ചേസ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് മെറ്റീരിയൽസ്. നമ്മൾ ഡീൽ ചെയ്യുന്ന ഐറ്റം, അതിനാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ വാങ്ങി വിൽക്കുന്ന ആ ഗുഡ്സുകളുടെ പർച്ചേസ്, അത് കടമായിട്ട് വാങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. അതേപോലെ സെയിൽസ് ബുക്കിൽ വി റെക്കോർഡ് ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ്. പർച്ചേസ് റിട്ടേൺ ബുക്കിൽ വി റെക്കോർഡ് പർച്ചേസ് റിട്ടേൺ ഓഫ് ഗുഡ്സ്. സെയിൽസ് റിട്ടേൺ ബുക്കിൽ വി റെക്കോർഡ് സെയിൽസ് റിട്ടേൺ ഓഫ് ഗുഡ്സ്. Bills receivable book we record receipt of promissory notes and hundis. In bills payable book we record issue of promissory notes and hundis. And in cash book we record receipt and payment of cash. അപ്പോൾ പർച്ചേസ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എന്ത് മാത്രമാണ്? ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്, ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് മെറ്റീരിയൽസ്. വേറെ എന്ത് പർച്ചേസ് ചെയ്താലും അതിനകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. നമ്മൾ മെഷീനറി വാങ്ങുന്നുണ്ടാവും, ഫർണിച്ചർ വാങ്ങുന്നുണ്ടാവും, കാറ് വാങ്ങുന്നുണ്ടാവും, ബിൽഡിംഗ് വാങ്ങുന്നുണ്ടാവും. ഇത്തരം കാര്യങ്ങളൊന്നും പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യില്ല. പർച്ചേസ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് കടമായി വാങ്ങിയ ഗുഡ്സുകൾ മാത്രമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. എന്താണ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഐറ്റത്തെയാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്യാഷ് പർച്ചേസ് എവിടെ റെക്കോർഡ് ചെയ്യും? ക്യാഷ് പർച്ചേസ് നമ്മൾ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. നമ്മളൊരു സെപ്പറേറ്റ് ക്യാഷ് ഇൻവോൾവ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാഷ് ബുക്ക് കീപ്പ് ചെയ്യും. അപ്പൊ നമ്മുടെ ജേണലിനെ നമ്മുടെ അങ്ങനെ ഡിവൈഡ് ചെയ്യണം. നമ്മുടെ ഒറിജിനൽ ബുക്കായ ജേണലിനെ വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ് സെയിൽസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. പർച്ചേസ് റിട്ടേൺസ് എല്ലാം പർച്ചേസ് റിട്ടേൺ ബുക്കിൽ റെക്കോർഡ് ചെയ്യും. സെയിൽസ് റിട്ടേൺ ബുക്കിൽ റെക്കോർഡ് ചെയ്യും. ക്യാഷ് ഇൻവോൾവ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. ബാക്കി മിസ്ലേനിയസ് ആയിട്ട് വരുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവും, അതെല്ലാം നമ്മൾ ജേണലിൽ റെക്കോർഡ് ചെയ്യും. ഓക്കെ, ജേണൽ ഈസ് സബ് ഡിവൈഡഡ് ഇൻ ടു various parts, that is known as subsidiary books. If volume of the business is huge, the journal will be subdivided into various subsidiary books, and each subsidiary book is a special journal and is a book of original entry. പർച്ചേസ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് മെറ്റീരിയൽസ്. നമ്മൾ പ്രൊഡക്ഷന് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങുന്ന മെറ്റീരിയൽസ്. നമ്മൾ ഒരു എന്തെങ്കിലും ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടി നമുക്ക് കുറെ റോ മെറ്റീരിയൽസ് വേണ്ടി വരും. ഓക്കെ, നമ്മൾ ഒരു പെന്ന് വാങ്ങി വിൽക്കുന്നവരാവാം, ചില പെന്ന് മാനുഫാക്ചർ ചെയ്യുന്നവരാവാം. മാനുഫാക്ചർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? റോ മെറ്റീരിയൽസ് വേണം. ആ റോ മെറ്റീരിയൽസ് വാങ്ങുന്നതും നമ്മൾ ക്രെഡിറ്റിന് വാങ്ങിയതാണെങ്കിൽ നമ്മൾ പർച്ചേസ് ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുക. സെയിൽസ് ബുക്ക് റെക്കോർഡ് ചെയ്യുന്നത് എന്താണ്? ക്രെഡിറ്റ് സെയിൽ
of goods. Purchase return bookil നമ്മൾ എന്താണ് purchase return of goods. Sales return bookil റെക്കോർഡ് ചെയ്യുന്നത് sales return of goods. Bills receivable bookil റെക്കോർഡ് ചെയ്യുന്നത് receipt of promissory notes and hundis. Okay, ഇത് നിങ്ങൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പഠിക്കുമ്പോൾ പഠിക്കും എന്താണ് ഈ പ്രോമിസറി നോട്ട്, ഹുണ്ടീസ് എന്നൊക്കെ. മാത്രമല്ല നമുക്ക് അക്കൗണ്ടൻസിയിലും ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതെടുക്കുമ്പോൾ പറയാം എന്താണ് ഈ പ്രോമിസറി നോട്ട്സ് എന്നൊക്കെ പറയുന്നത്. ബിൽസ് പേയബിൾ ബുക്കിൽ വി റെക്കോർഡ് ഇഷ്യൂ ഓഫ് പ്രോമിസറി നോട്ട് ആൻഡ് ഹുണ്ടീസ്. Cash book records receipt and payment of cash. Journal proper record all other transactions. Parayu, purchase book record. Credit purchase of goods and materials. Sales book record. Credit sale of goods. Purchase return book record. Purchase return of goods. Sales return book record. Sales return of goods. Sales return of goods. Bills receivable book record. Receipt of promissory notes and hundis. Receipts of promissory notes and hundis. Bills payable book record. Issue of promissory notes and hundis. Cash book records. Receipts and payments of cash. Journal proper record all other transaction. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജേണലിൽ എൻട്രീസ് ഇടില്ല. ഇത്രയും കാര്യങ്ങൾക്ക് നമ്മൾ ജേണലിൽ എൻട്രീസ് ഇടില്ല. ഓക്കെ, ജേണലിൽ ഇടാതെ വേറെ ബുക്ക് കീപ്പ് ചെയ്തിട്ട് ആ ബുക്കിനകത്താണ് ഇത്തരം എൻട്രീസ് എല്ലാം ഇടുന്നത്. ഓക്കെ, and therefore this subsidiary book also known as book of original entry. Right? അപ്പൊ നമുക്ക് ഇതൊക്കെ ലെഡ്ജറിലേക്ക് എങ്ങനെ വരും? ജേണലിൽ എഴുതിയില്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യില്ലല്ലോ. ജേണലിൽ എഴുതിയ കാര്യങ്ങളല്ലേ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ലെഡ്ജറിലേക്ക്, അല്ലേ? യെസ്, ജേണലിൽ എഴുതിയ കാര്യങ്ങളാണ് നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു പീരിയോഡിക് ഇന്റർവെല്ലിൽ മന്ത്ലിയോ മറ്റോ ഇതിന്റെ ടോട്ടൽ എടുക്കും, പർച്ചേസ് ബുക്കിന്റെ ടോട്ടൽ. എന്നിട്ട് ആ ടോട്ടൽ നമ്മൾ പീരിയോഡിക് ടോട്ടൽ will be debited in purchase account. നമ്മൾ ഓരോ എൻട്രിയും പർച്ചേസ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യില്ല. ഓരോ എൻട്രിയും പർച്ചേസ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യില്ല. പകരം എന്ത് ചെയ്യും? ഇതിന്റെ ടോട്ടൽ will be debited in purchase account. പർച്ചേസ് ബുക്കിന്റെ ടോട്ടൽ പോയിട്ട് ഡെബിറ്റഡ് ഇൻ പർച്ചേസ് അക്കൗണ്ട്. ക്ലിയർ? സെയിൽസ് ബുക്കിന്റെ ടോട്ടൽ അപ്പൊ അതേപോലെ എന്ത് ചെയ്യേണ്ടി വരും? സെയിൽസ് ബുക്കിന്റെ ടോട്ടല് ക്രെഡിറ്റഡ് ഇൻ സെയിൽസ് അക്കൗണ്ട്. ഈ അക്കൗണ്ട് എല്ലാം എവിടെ ഉണ്ടാവുക? ലെഡ്ജറിൽ. ജേണൽ പ്രിപ്പയർ ചെയ്യാതെ നമ്മളൊരു സബ്സിഡിയറി ബുക്ക് ഉണ്ടാക്കിക്കാണ്. ഈ സബ്സിഡിയറി ബുക്കിനകത്താണ് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ ടോട്ടൽ, ഈ സബ്സിഡിയറി ബുക്കിന്റെ ടോട്ടൽ എടുത്തിട്ട് നമ്മൾ ഓരോ ലെഡ്ജറിലേക്കും ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യും. ഓക്കെ, അപ്പൊ പർച്ചേസ് ബുക്കിന്റെ ടോട്ടൽ വിൽ ബി ഡെബിറ്റഡ് ഇൻ പർച്ചേസ് അക്കൗണ്ട്. സെയിൽസ് ബുക്ക് ടോട്ടൽ വിൽ ബി ക്രെഡിറ്റഡ് ഇൻ സെയിൽസ് അക്കൗണ്ട്. പർച്ചേസ് റിട്ടേൺ ബുക്ക് ടോട്ടൽ വിൽ ബി purchase returns account credit ചെയ്യണം. വെരി ഗുഡ്. ക്രെഡിറ്റഡ് ഇൻ പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്. പർച്ചേസ് റിട്ടേണിനെ വേറെ പേരിട്ടും വിളിക്കാം. നമുക്ക് എന്ത് പേരിടാം? റിട്ടേൺ ഔട്ട്വേർഡ് ബുക്ക്. എന്ത് പറയാം? റിട്ടേൺ ഔട്ട്വേർഡ് ബുക്ക്. ഓക്കെ, അതേപോലെ സെയിൽസ് റിട്ടേൺ ബുക്കിനെ വേറെ പേര് പറയാം, റിട്ടേൺ ഇൻവേർഡ് ബുക്ക്. റിട്ടേൺ ഇൻവേർഡ് ബുക്ക്. എന്ത് ചെയ്യണം? റിട്ടേൺ ഇൻവേർഡ് ബുക്കിന്റെ ടോട്ടൽ debited in sales return account. Sales return account debited in sales return account. And bills receivable book. Bills receivable എന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്താണ്? അസറ്റ്സുകളാണ്. ബിൽസ് റിസീവബിൾ എന്താണ്? അസറ്റ്സുകളാണ്. അപ്പൊ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? debited in bills receivable account. Total of bills payable book credit will be credited in bills payable
അക്കൗണ്ട്. അടുത്ത നമ്മൾ ക്യാഷ് ബുക്ക് ആണ്. ഈ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ക്യാഷ് അക്കൗണ്ടിന്റെ ആവശ്യം ഇല്ല. ക്യാഷ് ബുക്ക് നമുക്ക് അടുത്ത ചാപ്റ്റർ ക്യാഷ് ബുക്ക് ആണ്. ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാഷ് അക്കൗണ്ടിന്റെ ആവശ്യമില്ല. ക്യാഷ് ബുക്ക് plays a dual role of journal as well as ledger. Because ക്യാഷ് ബുക്കിൽ നിന്ന് തന്നെ നമുക്ക് ക്യാഷ് ബാലൻസ് അറിയാൻ പറ്റും. ക്യാഷ് ബുക്ക് ചെക്ക് ചെയ്താൽ തന്നെ ക്യാഷ് ബുക്കിൽ നിന്ന് ക്യാഷ് ബാലൻസ് അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് വേണ്ട, ഒരു ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട. ഇഫ് യു ആർ പ്രിപ്പയറിംഗ് എ ക്യാഷ് ബുക്ക്, you are not required to prepare a cash account in the ledger. Okay, cash book plays a dual role of journal as well as a ledger. Okay, ഇനി ബാക്കിയുള്ള എല്ലാ ട്രാൻസാക്ഷനും, all other transactions are recorded in journal. For example, credit purchase of machinery. Credit purchase of machinery, where will record? Credit purchase of machinery will record in journal. Okay, credit purchase of machinery will record in journal. And all other adjustment entries, opening entries, closing entries, rectification entries എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ജേണലിലാണ്. ഓക്കെ, എന്താണ് റെക്ടിഫിക്കേഷൻ എൻട്രീസ് നമുക്ക് പിന്നീട് പഠിക്കാം, അടുത്ത ചാപ്റ്ററിൽ പറയും റെക്ടിഫിക്കേഷൻ എൻട്രി. അതേപോലെ എന്താണ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി, അത് നമുക്ക് 7th ചാപ്റ്ററിൽ പഠിക്കാം, അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ്. അതേപോലെ ഓപ്പണിംഗ് എൻട്രീസ്, അതും നമ്മൾ 7th ചാപ്റ്ററിൽ പഠിക്കാം. ക്ലോസിംഗ് എൻട്രീസ് 7th ചാപ്റ്ററിൽ പഠിക്കാം. ഓക്കെ, അത്തരം എൻട്രീസ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്? ഇനി ജേണലിലാണ്. ക്യാഷ് പർച്ചേസ് ഓഫ് മെഷീനറി ഇപ്പൊ എവിടെ റെക്കോർഡ് ചെയ്യും? ക്യാഷ് പർച്ചേസ് ഓഫ് മെഷീനറി ക്യാഷ് ബുക്കിൽ. ക്യാഷ് ബുക്ക്, ക്യാഷ് എന്ന് കണ്ടാ ഉടൻ ക്യാഷ് ബുക്ക്. ക്യാഷ് പർച്ചേസ് ഓഫ് മെഷീനറി ക്യാഷ് ബുക്ക്. ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് മെഷീനറി ആണെങ്കിൽ നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യും? ജേണൽ. പർച്ചേസ് ബുക്ക് റെക്കോർഡ് ഓൺലി ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. Purchase book record only credit purchase of goods. Purchase book record only credit purchase of goods and materials. Right? Yes, sir. Yes, okay. Clear ആണല്ലോ അത്? Clear ആണ് sir. Right, okay. ഇങ്ങനെ നമ്മൾ ഈ ഇങ്ങനെ ബുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് എന്താണ് ഗുണം? എല്ലാം കൂടി ജേണലിലോട്ട് റെക്കോർഡ് ചെയ്തൂടെ? എന്തെങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് എന്താ ഗുണം? പെട്ടെന്ന് നോക്കാനും ഇതിനൊക്കെ. സ്പെഷ്യലൈസേഷൻ, അതാണ്. ഒരു അക്കൗണ്ടന്റ് സ്ഥിരമായിട്ട് പർച്ചേസ് ബുക്ക് റെക്കോർഡ് ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾ സ്പെഷ്യലൈസ് ആയിരിക്കും അയാൾ, അല്ലേ? അതൊരു ഗുണമാണ്. പിന്നെ വേറെ ടൈം സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടൈം സേവ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരേ സമയം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. ഒരാൾ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. വർക്ക് ക്യാൻ ബി ഡിവൈഡഡ്. വർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പല ആളുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും വർക്ക്. അല്ലെങ്കിൽ ഒരാൾ തന്നെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, പിന്നെ ഡിവിഷൻ ഓഫ് വർക്ക് പറഞ്ഞു, ടൈം സേവിങ് പറഞ്ഞു, പിന്നെന്താ പറഞ്ഞത് നമ്മള്? സ്പെഷ്യലൈസേഷൻ പറഞ്ഞു, ഇൻഫർമേഷൻ ഈസിലി അവൈലബിൾ ആണെന്ന് പറഞ്ഞു. പിന്നെ ഏർലി ഫൈനലൈസേഷൻ, പെട്ടെന്ന് നമുക്ക് വർഷാവസാനം ആവുമ്പോൾ ഫൈനലൈസേഷൻ ഒക്കെ എളുപ്പമാവും. വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഡിഫറെന്റ് ബുക്കിൽ ഓരോരുത്തർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഫൈനലൈസേഷൻ ഓഫ് അക്കൗണ്ട്സ് വിൽ ബി ഈസിലി പോസിബിൾ. വോളിയം ഓഫ് ബിസിനസ് ഈസ് ഹ്യൂജ്. The journal will be subdivided into various parts, that is known as subsidiary book. Each one of the subsidiary book is a special journal and a book of original or primary entry. Commonly used subsidiary books are purchase book, sales book, purchase return book, sales return book, bills receivable book, bills payable book, cash book and journal proper. Okay, in purchase book the type of transaction recorded are credit purchase of goods and material, and periodic total of purchase book will be debited in purchase account. Sales book record credit sale of goods, and periodic total of the sales book will be credited in sales account. Purchase return book record purchase return of goods, and periodic total of purchase return book will be credited in purchase return account. Sales book record sales return of goods, and periodic total of sales return book will be debited in sales return account. Bills receivable book record receipt of promissory notes and hundis, and periodic total of bills receivable book will be debited in bills receivable account. Bills payable book record
issue of promissory notes and hundis, and periodic total of bills payable book will be credited in bills payable account. Cash book record receipt and payment of cash. Cash book plays a dual role of journal as well as a ledger. If cash book is prepared, the entity need not prepare cash account in the ledger because cash balance will be readily available from the cash book. Journal proper record all other transaction. Okay, journal proper record all adjustment entries, rectification entries, opening entries, closing entries, all other entries are recorded in journal proper. So the following are some of the examples of transaction which are entered in journal. ജേർണലിൽ എഴുതുന്ന ചില ട്രാൻസാക്ഷനെ പറ്റി നിങ്ങൾ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, എന്തൊക്കെയാണ് പറയൂ? ജേർണൽ പ്രോപ്പറിൽ എന്തെല്ലാം എഴുതും? Purchase of machinery. Credit purchase of property, plant and equipment. അങ്ങനെ പറയാം. മെഷീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം. ജനറലി നമുക്ക് പറയാം ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് അസറ്റ്സ്, പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്സ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ എന്തിലാണ് റെക്കോർഡ് ചെയ്യുക? ജേർണലിലാണ്. ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്. അടുത്തത് വേറെ പറയൂ. Rectification entries. Sales of property, plant and equipment. എന്താ? സെയിലാ. ഓക്കെ, സെയിൽ ഓഫ്. ഓക്കെ, sale of credit sale of property, plant and equipment. Adjustment entries, closing entries, അതും ചാപ്റ്റർ 7 പഠിക്കും. നമ്മൾ വർഷം അവസാനിക്കുമ്പോൾ അക്കൗണ്ട്സ് എല്ലാം ക്ലോസ് ചെയ്യണം. ക്ലോസിംഗ് എൻട്രീസ്, ഓപ്പണിംഗ് എൻട്രീസ്, പുതിയ വർഷം തുടങ്ങുമ്പോൾ നമ്മൾ ഇടുന്ന ഓപ്പണിംഗ് എൻട്രീസ്, ഡിസോണർ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഓക്കെ, അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ജേർണൽ പ്രോപ്പറിലാണ്. ഓക്കെ, ഒരു കാര്യം ഞാൻ ചോദിക്കാം നിങ്ങളുടെ അടുത്ത്. നമ്മൾ ഗുഡ്സ് വാങ്ങുമ്പോൾ നമുക്ക് ഒരു ബില്ല് കിട്ടും. ഗുഡ്സ് നമ്മൾ ഏതെങ്കിലും സപ്ലയേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് ബില്ല് കിട്ടും. അതേപോലെ നമ്മൾ ഒരു കസ്റ്റമർക്ക് ഗുഡ്സ് നമ്മൾ വിൽക്കുമ്പോൾ നമ്മൾ ഒരു ഇൻവോയ്സ് അടിച്ചു കൊടുക്കും. ഇതൊക്കെയാണ് നമ്മുടെ സോഴ്സ് ഡോക്യുമെന്റ്, റെക്കോർഡ് ചെയ്യാനുള്ള സോഴ്സ് ഡോക്യുമെന്റ്സ്. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പർച്ചേസ് ബുക്കും സെയിൽസ് ബുക്കും എല്ലാം റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ പർച്ചേസ് റിട്ടേൺ ബുക്ക് നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യും? പർച്ചേസ് റിട്ടേൺ ബുക്ക് എന്തായിരിക്കും അതിന്റെ സോഴ്സ് ഡോക്യുമെന്റ്? പർച്ചേസ് റിട്ടേണിന്റെ എൻട്രി ഒന്ന് പറഞ്ഞ്. പർച്ചേസ് റിട്ടേണിന്റെ എൻട്രി, ജേർണൽ എൻട്രി. പാർട്ടി അക്കൗണ്ട് ടു പർച്ചേസ് റിട്ടേൺ. വെരി ഗുഡ്. പാർട്ടി അക്കൗണ്ട് ടു പർച്ചേസ് റിട്ടേൺ. ഏത് പാർട്ടിക്കാണ് നമ്മൾ ആ ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്നത്? ഡെബിറ്റ് ദാറ്റ് റിസീവർ. നമ്മൾ ഗുഡ്സ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് തിരിച്ചയക്കാണ്, വാങ്ങിയ ഗുഡ്സ് തിരിച്ചയക്കാണ്. ആ പാർട്ടിയെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ആർക്കാണ് നമ്മൾ ആ ഗുഡ്സ് കൊടുക്കുന്നത് ആ പാർട്ടിയെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. പാർട്ടി അക്കൗണ്ട് ടു പർച്ചേസ് റിട്ടേൺ. ഓക്കെ, നമ്മൾ ഗുഡ്സ് റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു ഡെബിറ്റ് നോട്ട് അടിച്ചു കൊടുക്കും. അദ്ദേഹത്തെ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയാണ് എന്ന് അദ്ദേഹത്തെ ഇൻഫോം ചെയ്യണം. ഞങ്ങൾ ഗുഡ്സ്, നിങ്ങൾ അയച്ചു തന്ന ഗുഡ്സ് ക്വാളിറ്റി ഇല്ലാത്ത ഗുഡ്സ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ സ്പെസിഫിക്കേഷന് പറഞ്ഞ ഗുഡ്സ് അല്ല, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഈ ഗുഡ്സ് തിരിച്ചയക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ അത് അറിയിക്കാൻ വേണ്ടി നമ്മൾ അദ്ദേഹത്തിന് ഒരു ഡെബിറ്റ് നോട്ട് കൊടുക്കും. എന്താ കൊടുക്കുക? ഡെബിറ്റ് നോട്ട്. When goods are returned to a supplier, a debit note will be issued to inform that your account is debited. നിങ്ങളെ അക്കൗണ്ട് ഞങ്ങൾ ഡെബിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് അവരെ അറിയിക്കാൻ വേണ്ടി we will issue a debit note. ആ ഡെബിറ്റ് നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പർച്ചേസ് റിട്ടേൺ ബുക്ക് റെക്കോർഡ് ചെയ്യുക. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഡെബിറ്റ് നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? സെയിൽസ് റിട്ടേൺ ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണത്? അവർ നമുക്ക് സെയിൽ ചെയ്ത ഗുഡ്സ് നമ്മൾ തിരിച്ചു കൊടുത്താണ്. അപ്പൊ അവർക്ക് അതൊരു സെയിൽസ് റിട്ടേൺ ആണ്. അപ്പൊ അവര് നമുക്ക് ഒരു ക്രെഡിറ്റ് നോട്ട് തരും. എന്താ തരിക? ക്രെഡിറ്റ് നോട്ട്. നമ്മൾ വിറ്റ ഗുഡ്സ് ഒരാൾ നമുക്ക് തിരിച്ചു തരികയാണെങ്കിൽ, നമ്മൾ എന്ത് ജേർണൽ എൻട്രി ആണ് ഇടുക? Sales return account debtor to party account. Sales return account debtor to the customer. അല്ലെ? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ടി. ആ കസ്റ്റമർ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് നോട്ടാണ് കൊടുക്കുക?
Credit note. ക്രെഡിറ്റ് നോട്ട്. ഞങ്ങൾ വിറ്റ ഗുഡ്സ് നിങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു തന്നതിന് പകരം നിങ്ങൾ അക്കൗണ്ട് ഞങ്ങൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അവരെ ഇൻഫോം ചെയ്യുന്ന ഒരു നോട്ടാണ് ക്രെഡിറ്റ് നോട്ട്. അപ്പൊ പർച്ചേസ് റിട്ടേണിന് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന നോട്ടാണ് ഡെബിറ്റ് നോട്ട്. സെയിൽസ് റിട്ടേണിന് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന നോട്ടാണ് ക്രെഡിറ്റ് നോട്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പർച്ചേസ് റിട്ടേൺ ബുക്കും സെയിൽസ് റിട്ടേൺ ബുക്കും റെക്കോർഡ് ചെയ്യുക. ക്ലിയർ? Yes, sir. യെസ്, ഓക്കെ. ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി പോവാണ്. പർച്ചേസ് ഓഫ് സ്റ്റേഷനറി ഓൺ ക്രെഡിറ്റ് ബൈ എ സ്റ്റേഷനറി ഡീലർ. ഇത് ഏത് ബുക്കിൽ റെക്കോർഡ് ചെയ്യും? Journal. ഇയാൾ സ്റ്റേഷനറി ഡീലറാണ്. അപ്പോ പർച്ചേസ് ബുക്കില്. സ്റ്റേഷനറി ഡീലർ എന്ന് പറയുന്ന വാക്ക് അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേഷനറി ഡീലർ ആയതുകൊണ്ട് അദ്ദേഹം അത് പർച്ചേസ് ഓൺ ക്രെഡിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏത് ബുക്കിൽ റെക്കോർഡ് ചെയ്യണം? പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യണം. പർച്ചേസ് ഓഫ് കമ്പ്യൂട്ടർ ബൈ എ സ്റ്റേഷനറി ഡീലർ. ജേണൽ. പർച്ചേസ് ഓഫ് കമ്പ്യൂട്ടർ ബൈ എ സ്റ്റേഷനറി ഡീലർ. കടമായിട്ടാണെങ്കിൽ ജേണൽ, ക്യാഷിനാണെങ്കിൽ ക്യാഷ് ബുക്ക്. പർച്ചേസ് ഓഫ് ഫർണിച്ചർ ഓൺ ക്രെഡിറ്റ് ബൈ സ്റ്റേഷനറി ഡീലർ. Journal. Okay, journal. Purchase of furniture on credit by stationery dealer. Journal. Okay. Sale of machinery for cash. Cash book. Cash involved ayal appa cash book ആണ്. Purchase of machinery for cash. Cash book. Cash book. Salary for the month of March is payables. മാർച്ചിലെ സാലറി കൊടുത്തിട്ടില്ല. മാർച്ചിലെ സാലറി നമ്മൾ കൊടുത്തിട്ടില്ല. കൊടുക്കാത്ത സംഭവങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് പാസ് ചെയ്യണം. നമ്മൾ ചാപ്റ്റർ 7 പഠിക്കും അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ്. ഓക്കെ, ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രികളാണ്. അഡ്ജസ്റ്റ്മെന്റ് എൻട്രികളെല്ലാം എവിടെ ഇടുക? ജേണലിലാണ്. കൊടുക്കാത്ത സാലറിക്കും നമ്മൾ എൻട്രി ഇടണം. ഓക്കെ, അത് ഞാൻ പിന്നീട് പറയാം. അത് നമ്മൾ അക്രൂവൽ കോൺസെപ്റ്റിലാണ് അക്കൗണ്ടിങ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ജേണലിലാണ് അതെല്ലാം ചെയ്യുക. ഓക്കെ, എല്ലാ അഡ്ജസ്റ്റ്മെന്റും ജേണലിലാണ്. സാലറി ഫോർ ദ മന്ത് ഓഫ് മാർച്ച് പെയ്ഡ്. Cash book. പെയ്ഡ് ആണ്. പെയ്ഡ് ആവുമ്പോ ക്യാഷ് ബുക്ക്. ഓൾഡ് ഫർണിച്ചർ സോൾഡ് ഓൺ ക്രെഡിറ്റ്. ജേണൽ. പഴയ ഫർണിച്ചർ വിറ്റതാണ്, ക്രെഡിറ്റിനാ വിറ്റത്. ജേണൽ. ഓക്കെ. ഓൾഡ് ഫർണിച്ചർ സോൾഡ് ഫോർ ക്യാഷ്. Cash book. റെക്ടിഫിക്കേഷൻ എൻട്രി. Journal. And what are the advantages of subsidiary books? Advantages of subsidiary book: division of work, time saving, minimum frauds and errors, better information, management decision and facilitated specialization and efficiency. ഇതെല്ലാം ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ്. ടൈം സേവിങ്സ്, early finalization of books of accounts, ഇതൊക്കെ അഡ്വാൻറ്റേജസ് ഓഫ് സബ്സിഡിയറി ബുക്സ് ആണ്. ഓക്കെ, ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ക്ലിയർ ആണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദി ഫോളോയിങ് ആർ സം ഓഫ് ദി ട്രാൻസാക്ഷൻ ഓഫ് മെസ്സേഴ്സ് അസ്മ ട്രേഡേഴ്സ് ഫോർ ദ ഇയർ 2020 ആസ് പെർ their notes. Prepare sales book. Sold to Messrs. Aravind Traders on credit 100 pants at the rate of rupees 1000 per pants. 80 shirts at the rate of rupees 500 per shirt less trade discount. Sold car to Messrs. Sinha and Company on credit rupees 5 lakh. Sold 200 trousers at the rate of 600 per trouser. Sold 50 shirts to Messrs. Kabir and Sons at 200 per shirts. Sold for cash to Mrs. Ali and Sons 1000 shirts at the rate of 250 per shirt. Sold on credit to Mrs. Vinod Silks 1500 pants at the rate of 200 per pan. 1000 shirts at the rate of 800 per shirt less 10% trade discount. Heading ഇടുക സെയിൽസ് ബുക്ക്. ആരുടെ ബുക്കിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്? In the books of Messrs. Asma Traders sales book. Okay, date, particulars, LF, രണ്ട് amount column ഉണ്ടായിക്കോട്ടെ, inner column outer column. Okay, amount.
ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യനിൽ ആദ്യം പറയുന്നത് the following are some of the transactions of Messrs. Asma Traders for the year 2020 as per their notes. Okay, നമുക്ക് ഡേറ്റ്സ് ഒന്നും തന്നിട്ടില്ല. ഓക്കെ, നമുക്ക് ഉള്ള ഡീറ്റെയിൽസ് വെച്ച് ചെയ്യാം. സോൾഡ് ടു മെസ്സേഴ്സ് അരവിന്ദ് ട്രേഡേഴ്സ് ഓൺ ക്രെഡിറ്റ്. ഇത് സെയിൽ ബുക്കിൽ വരുമോ ഇല്ലേ? വരും സർ. വരും. അപ്പൊ നമ്മൾ പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഈ പേര് എഴുതുക. എന്താണ്? മെസ്സേഴ്സ് അരവിന്ദ് ട്രേഡേഴ്സ് എന്നുള്ള പേര് പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതുക. മെസ്സേഴ്സ് അരവിന്ദ് ട്രേഡേഴ്സ്. എന്നിട്ട് നമ്മൾ ആ ഡീറ്റെയിൽസ് എല്ലാം എഴുതുക. 100 pants at rate of 1000, 800 shirts at the rate of 500 per shirts. നമുക്ക് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. 100 into 1000, ഇത് 80 into 500. ലെസ് അതിന് ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്, 10% ആണ്. അപ്പോൾ ഇതിന്റെ 10% 14,000. എന്നിട്ട് ബാലൻസ് ഔട്ടർ കോളത്തിലേക്ക് എടുത്ത് എഴുതുക 1,26,000. ഇത് പറയുന്നത് സോൾഡ് കാർ ടു മെസ്സേഴ്സ് സിൻഹ ആൻഡ് കമ്പനി ഓൺ ക്രെഡിറ്റ്. ഇത് വരുമോ ഇല്ലേ? നോ സർ. സെയിൽസ് ബുക്കിൽ വരില്ല. ഓക്കെ, അപ്പൊ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു 10-15 ലൈൻ വിട്ടിട്ട് ഏറ്റവും താഴെ പോയിട്ട് നമ്മളൊരു നോട്ട് എഴുതണം. കുറച്ചധികം സ്ഥലം വിട്ടുള്ളൂ, ഒരു പേജ് തന്നെ വിട്ടുള്ളൂ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. എന്നിട്ട് നോട്ട് എഴുതണം. നമ്മൾ ഇത് എന്തുകൊണ്ട് നമ്മളിത് ചെയ്തില്ല എന്നുള്ള കാര്യം എക്സാമിനർക്ക് അറിയണം. നമ്മൾ കണ്ണ് കാണാതെ വിട്ടുപോയതാണോ, നമ്മൾക്ക് അറിയാത്തത് കൊണ്ട് വിട്ടതാണോ ഉള്ള കാര്യം നമ്മൾ ആ നോട്ട്സിൽ പറയണം. നമ്മൾക്ക് അറിഞ്ഞിട്ട് വിട്ടത് തന്നെ എന്നുള്ളത് അദ്ദേഹം അറിയണം. ഓക്കെ, അപ്പൊ നോട്ട്സിൽ എഴുതണം സോൾഡ് കാർ ടു മെസ്സേഴ്സ് സിൻഹ ആൻഡ് കമ്പനി ഓൺ ക്രെഡിറ്റ് ഫോർ rupees 5 lakh will be recorded. Will be recorded where? Journal. Recorded in journal എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ട് അവിടെ പറയണം. ഓക്കെ, sold 50 shirts to Messrs. Kabir and Sons. അപ്പൊ ആദ്യം നമ്മൾ എഴുതാം കബീർ ആൻഡ് സൺസ് എന്ന് പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതാം. എന്തൊക്കെയാണ് അദ്ദേഹത്തിന് വിറ്റത്? 50 shirts at the rate of rupees 200 per shirt. into 200, 10,000 rupees. അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രം ഇന്നർ കോളത്തിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ നേരെ ഔട്ടർ കോളത്തിൽ ചെയ്യാം. Sold for cash to Ali and Sons 1,000 shirts at the rate of 250 per shirt. Sold for cash ആണ്, ക്യാഷ് ബുക്കിലാണ് വരിക. അപ്പൊ അടുത്തൊരു നോട്ട് എഴുതാം. Sold for cash to Ali and Sons will be recorded in cash book. Next, sold on credit to Messrs. Vinod Silks on credit ആണ്. 1,500 pants at the rate of 1,200 per pant. 1,000 shirts at the rate of 800 per shirt. Less 10% trade discount. 1,500 into 1,200 and 1,000 into 800. Total less trade discount 10%. ഔട്ടർ കോളത്തിലേക്ക് എഴുതാം. ടോട്ടൽ ഓഫ് സെയിൽസ് ബുക്ക് 24,76,000. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ലെഡ്ജർ ചെയ്യണം. ലെഡ്ജർ. ഓക്കെ, ഒരു ലെഡ്ജർ എന്താണ്? സെയിൽസ് അക്കൗണ്ട് വേണം. സെയിൽസ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ പോയിട്ട് ക്രെഡിറ്റ് ചെയ്താൽ മതി. അപ്പൊ ഒരു സെയിൽസ് അക്കൗണ്ട് വരച്ചോളൂ. അക്കൗണ്ട് വരയ്ക്കാൻ നമുക്കറിയാലോ, നമ്മൾ കുറെ അക്കൗണ്ടുകൾ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഒരു സെയിൽസ് അക്കൗണ്ട് ഞാൻ വരയ്ക്കാൻ പോവാണ്. മാസത്തിന്റെ അവസാനത്തെ ഡേറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് ഇട്ടിട്ട് ബൈ ടോട്ടൽ ആസ് പെർ സെയിൽസ് ബുക്ക് ആ എമൗണ്ട് ഇവിടേക്ക് എടുത്ത് എഴുതാം. 24,76,000. സെയിൽസ് അക്കൗണ്ട് വരച്ചിട്ട് ബൈ ടോട്ടൽ ആസ് പെർ സെയിൽസ് ബുക്ക്. ഇനി 1-2 പാർട്ടീസിന്റെ അക്കൗണ്ടും കൂടെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഒന്ന് ഈ അരവിന്ദ് ട്രേഡേഴ്സ്, കബീർ സൺസ്, വിനോദ് സിൽക്സ്, ഈ 3 പാർട്ടിയുടെ അക്കൗണ്ടും വരക്കണം. ഇവരെല്ലാം നമ്മുടെ കസ്റ്റമേഴ്സ് ആണ്, കടമായിട്ട് നമ്മുടെ ഗുഡ്സ് വാങ്ങിയ ആളുകളാണ്. അപ്പൊ അവരുടെ അക്കൗണ്ട് നമുക്ക് അറിയണ്ടേ എത്ര രൂപ തരാനുണ്ടെന്ന്.
to sales. അരവിന്ദ് ട്രേഡേഴ്സ് എത്രയാണ് തരാനുള്ളത്? 1,26,000 അല്ലേ? ഡിസ്കൗണ്ട് എല്ലാം കഴിച്ച് 1,26,000. കബീർ സൺസ് എത്ര എമൗണ്ട് തരാനുണ്ട് പറയൂ? 10,000. വിനോദ് സിൽക്സ് 23,40,000. സെയിൽസ് ബുക്ക് പ്രിപ്പയർ ചെയ്തു. സെയിൽസ് ബുക്കിന്റെ ടോട്ടല് ക്രെഡിറ്റഡ് ഇൻ സെയിൽസ് അക്കൗണ്ട് നമ്മൾ എന്നിട്ട് പാർട്ടികളുടെ ലെഡ്ജറിലേക്ക് ആ എമൗണ്ട് പോസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്രയും എമൗണ്ട് തന്നെ നമ്മൾ ഇത്രയും എമൗണ്ട് ക്രെഡിറ്റ് ചെയ്തതിന് ഇത്രയും എമൗണ്ട് ഡെബിറ്റും ചെയ്തു. ട്രയൽ ബാലൻസ് ടാലി ആവില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Enter the following transaction in sales book of Messrs. Gupta Electrical. Prepare sales book. March 1 sold to Abhi Electricals 10 pieces of juice maker at the rate of ₹5,000 each, less trade discount 20%. March 10 sold to Messrs. Feroz Electricals 1,000 pieces of L2 switchboard at the rate of ₹200 each, less trade discount 15%. March 29 sold to Gulami Electricals 250 motor pumps at the rate of ₹8,000 each, less trade discount of 10%. Prepare sales book. നിങ്ങൾ ചെയ്യില്ലേ? പെട്ടെന്ന് ചെയ്തോളൂ. ഇതേപോലെ തന്നെ വരച്ച് കോളംസ് എല്ലാം ഇട്ട് വളരെ ഭംഗിയായിട്ട് ചെയ്യട്ടോ. 10 മിനിറ്റ്സിൽ കൂടുതൽ എടുക്കരുത്, പെട്ടെന്ന് ചെയ്യും. ഓക്കേ സർ. ഇതാണ് ആൻസർ കിട്ടിയത്. അതെ സർ. ഓക്കെ. Next question. From the following details, prepare purchase books in the books of Guardian agencies. March 1 purchase from Kavita Chappals 1,000 pairs of chappals, 200 pairs of shoes, plus trade discount, freight charge. March 15 purchase from Messrs. KVC Hawaii. March 25 purchase from Manaf Leather Works 500 dozens of school bag at the rate of 300 per bag. ഇവിടെ 300 per bag ആണ്, 500 dozens എന്നാ പറഞ്ഞിരിക്കുന്നത്. 1,000 dozens kids cap 1,500 per dozen. 1,200 umbrellas at the rate of 800 per dozen. Freight charge less trade discount 10%. പർച്ചേസ് ബുക്ക്. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ അഡീഷണൽ ആയിട്ടൊരു കാര്യം കൂടി ഉണ്ട്. അതിന് നമ്മൾ ഒരു കോളം നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. എന്താണ് അഡീഷണൽ ആയിട്ടുള്ളത്? ഫ്രൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൂടി ഉണ്ട്. അപ്പൊ അഡീഷണൽ ആയിട്ട് അതും കൂടി ഇടുന്നു. ഓക്കെ. കവിത ചപ്പൽസ് March 1 1,000 pairs of chappals, 1,000 into 500, 200 pairs of shoes, 200 into 3,000, total here 11 lakh, less trade discount 11 lakh into 15%. Freight is given 1,000 rupees is freight. ഫ്രൈറ്റ് ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ആണ്, പർച്ചേസിൽ വരുന്നതല്ല, ഒരു ഡിഫറെന്റ് അക്കൗണ്ട് ആണ്. അപ്പോൾ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ കാണിച്ചു. ടോട്ടൽ അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കേണ്ടത് 9,36,000 rupees ആണ്. 15 March KVC Hawaii 100 Hawaii chappals at rate of ₹200 each, less trade discount 15%. So 100 into 200, that is 20,000. At into 15%, 3,000. So 20,000 minus 3,000, that is 17,000. No freight, so total is 17,000. March 25 from Manaf Leather Works 500 dozens of school bags at rate of ₹300 per bag. 1,000 dozens of kids cap at the rate of ₹1,500 per dozen. 1,200 umbrellas at the rate of ₹800 per dozen. Freight 1,200. Less trade discount 10%. 300 per bag ആണ്. 300 per bag. പക്ഷെ 500 dozen bags ആണ് വാങ്ങിയത്. So 500 into 12 into 300.  300. Right? Yes, sir. Okay.
Then 1,000 dozen kids cap at the rate of is 1,500 per dozen. So 1,000 into 1,500. 1,200 umbrellas at the rate of 800 per dozen. So 1,200 divided by 12 into 800. 33,80,000. 10% trade discount 3,38,000. Therefore 33,80,000 minus 3,38,000, that is 30,42,000. Freight is 1,200. Total 30,42,200. Then total 39,96,200. ഇനി നമ്മൾ ഇതിൻ്റെയൊക്കെ ലെഡ്ജർ ഓപ്പൺ ചെയ്യണം. ലെഡ്ജറിൽ പർച്ചേസ്, ഫ്രൈറ്റ്, അക്കൗണ്ട്, കവിത ചപ്പൽസ്, KVC ഹവായ്, മനാഫ് ലെതർ വർക്ക്സ്. പർച്ചേസ് എവിടെ കാണിക്കും? ഡെബിറ്റ് സൈഡിൽ. ഡെബിറ്റ് സൈഡിൽ ടു ആസ് പെർ പർച്ചേസ് ബുക്ക് 39,94,000. ഇനി എന്താണ്? ഫ്രൈറ്റ് to as per purchase book, freight 2,200. Then Kavida chapels by purchase 10,35,000. Then by freight, Kavida chapelന് freight നമ്മൾ കൊടുക്കാനുണ്ട്. By freight amount 1,000. അപ്പോൾ 9,36,000 ആയി Kavida chapels. KVC ഹവായ് ബൈ പർച്ചേസ്, അവിടെ ഫ്രൈറ്റ് ഇല്ല, പർച്ചേസ് മാത്രമേ ഉള്ളൂ. ബൈ പർച്ചേസ് 17,000. Then മെസ്സേഴ്സ് മനാഫ് ലെതർ വർക്ക്സ്, പർച്ചേസും ഉണ്ട് ഫ്രൈറ്റും ഉണ്ട്. പർച്ചേസ് 30,42,000 and freight 1,200.